നിങ്ങൾക്ക് കിലിയൻ എംബാപ്പയെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ ബോണ്ടി എന്ന ഒരു സാധാരണ ദരിദ്രമായ ചേരിപ്രദേശത്തുനിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. പട്ടിണിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ ആ തെരുവിൽ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. മുറിയിലെ ചുവരുകളിൽ മുഴുവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് ഭാവിയിൽ താനും ഒരു വലിയ കളിക്കാരനാകുമെന്ന് അവൻ സ്വപ്നം കണ്ടു. എന്നാൽ വെറും സ്വപ്നം കാണുക മാത്രമല്ല അവൻ ചെയ്തത്. തന്റെ അസാധ്യമായ വേഗത കൊണ്ട് അവൻ ലോക ഫുട്ബോളിനെ തന്നെ ഞെട്ടിച്ചു. തന്റെ 17-ാം വയസ്സിൽ മൊണാക്കോ ക്ലബ്ബിനുവേണ്ടി കളിച്ച് ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറിയുടെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് അവൻ വരവറിയിച്ചത്. പിന്നീട് PSG-യിലേക്ക് റെക്കോർഡ് തുകയ്ക്ക് ചേക്കേറിയ അവൻ അവിടെയും ചരിത്രങ്ങൾ ആവർത്തിച്ചു. എന്നാൽ ലോകം അവനെ ശരിക്കും തിരിച്ചറിഞ്ഞത് 2018-ലെ റഷ്യൻ ലോകകപ്പിലാണ്. വെറും 19 വയസ്സ് മാത്രമുള്ളപ്പോൾ ഫ്രാൻസിനെ ലോക കിരീടത്തിലേക്ക് നയിച്ച അവൻ സാക്ഷാൽ പെലെയ്ക്ക് ശേഷം ഒരു ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന ആദ്യത്തെ കൗമാരക്കാരനായി മാറി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ പൊരുതി നേടിയ ആ ചരിത്ര ഹാട്രിക്കും ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കില്ല. ഇന്ന് തന്റെ സ്വപ്ന ക്ലബ്ബായ റയൽ മാഡ്രിഡിനു വേണ്ടിയും ഫ്രാൻസിന്റെ നായകനായും ഈ ലോകകപ്പ് കളിക്കാൻ അവൻ ഇറങ്ങുമ്പോൾ ലക്ഷ്യമൊന്നു മാത്രം: വീണ്ടും ഒരു ലോക കിരീടം. അതാണ് കിലിയൻ എംബാപ്പെ. ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ട്രോഫി ഫ്രാൻസ് ഉയർത്തുമോ അതോ മറ്റേതെങ്കിലും ടീം കൊണ്ടുപോകുമോ എന്ന് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.